ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് വേദാന്ത ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 1.15% ഇടിഞ്ഞ് 513 ക്ലോസിംഗ് നൽകി. 1.91 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 17.21, ഡിവിഡൻഡ് ഈൽഡ് 8.24%. 52 വീക്കായി 526, 52 വീക്കിലോ 248. വേദാന്ത 8 രൂപ 50 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. ഡിസംബർ 16 കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിരുന്നു. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിലായിരുന്നു 8 രൂപ 50 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് നൽകാൻ ധാരണയായത്. 2024 മാത്രം 4 പ്രാവശ്യം കമ്പനി ഡിവിഡൻഡ് നൽകി. മെയ് 2 11 രൂപയും ആഗസ്റ്റ് 2 4 രൂപയും സെപ്റ്റംബർ 10 20 രൂപയും ഡിസംബർ 24 8 രൂപ 50 പൈസയുമാണ് കമ്പനി ഡിവിഡൻഡായി നൽകുന്നത്. കൂടാതെ വേദാന്ത എന്ന കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യത കുറയുന്നതനുസരിച്ച് പല റേറ്റിംഗ് ഏജൻസികളും സ്റ്റോക്കിൻ്റെ റേറ്റിംഗ് ഉയർത്തുകയും ചെയ്തു. മൂഡീസ്, S&P ഗ്ലോബൽ തുടങ്ങിയ റേറ്റിംഗ് ഏജൻസികൾ കമ്പനിയുടെ റേറ്റിംഗ് ഉയർത്തി. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ അത്ര മികച്ച പെർഫോമൻസ് അല്ല വേദാന്ത കാഴ്ചവെച്ചത്. 4400 കോടിയിൽ നിന്നും സെയിൽസ് 4382 കോടിയിലേക്ക് ഇടിയുകയാണ് ഉണ്ടായത്. കൂടാതെ റീസെൻ്റ്ലി കമ്പനി QIP വഴി 8500 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുകയും ചെയ്തു. രണ്ടാമത്തെ അപ്ഡേറ്റ് PA ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടത്. ഇന്ന് PA ഇൻഡസ്ട്രീസും 1% ഇടിഞ്ഞ് 3190 ക്ലോസിംഗ് നൽകി. PA ഇൻഡസ്ട്രീസിൻ്റെ ഒരു പ്രധാന ഉപഭോക്താവായ കുമൈ കെമിക്കൽ ഇൻഡസ്ട്രീസ് നിർമ്മിക്കുന്ന പൈറോക്സി സൾഫോൺസിൻ്റെ സെയിൽസിൽ 7% ഇടിവ് വന്നതും 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള പൈറോക്സി സൾഫോൺസിൻ്റെ സെയിൽസ് ഗൈഡൻസ് കമ്പനി കുറച്ചതിൻ്റെയും പശ്ചാത്തലത്തിൽ PA ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ 2 ദിവസമായി സെല്ലിംഗ് പ്രഷർ പ്രകടമാണ്. ഇവിടെ PA ഇൻഡസ്ട്രീസിൻ്റെ മേജർ റവന്യൂ കുമൈ കെമിക്കൽ ഇൻഡസ്ട്രി എന്ന കമ്പനി വഴിയാണ് ജനറേറ്റ് ചെയ്യുന്നത്. കുമൈ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ വന്ന ഒരു നെഗറ്റീവ് ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലാണ് PA ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നത്. ജെഫ്രീസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ ബൈ എന്ന റേറ്റിംഗും 4865 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. മുമ്പ് 5100 രൂപയുടെ ടാർഗറ്റായിരുന്നു ജെഫ്രീസ് നൽകിയത്. PA ഇൻഡസ്ട്രീസ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 1% ഇടിഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ 16%, ഇയർ ടിൽ ഡേറ്റിലെ പെർഫോമൻസ് 13%. 29 അനലിസ്റ്റുകളിൽ 16 അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുന്നുമുണ്ട്. PA ഇൻഡസ്ട്രീസും സ്ട്രോങ് സപ്പോർട്ടിന് അടുത്തായിട്ടാണ് 3100 ട്രേഡ് ചെയ്യുന്നു. 3300 എന്ന ലെവൽ മറികടന്നാൽ 3400, 3500 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. മറ്റൊരു പ്രധാന അപ്ഡേറ്റ് GST കൗൺസിൽ മീറ്റിംഗുമായാണ്. ഡിസംബർ 17 നടക്കുന്ന GST കൗൺസിൽ മീറ്റിംഗിൽ ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് അനുകൂലമായ ഒരു അപ്ഡേറ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. SUV പോർട്ട്ഫോളിയോ ഉള്ള ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് ചില റിലീഫ് നൽകാൻ GST കൗൺസിൽ തീരുമാനിക്കും എന്ന രീതിയിലുള്ള അപ്ഡേറ്റാണ് പുറത്തു വരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ SUV പോർട്ട്ഫോളിയോ ഉള്ള ടാറ്റ മോട്ടോഴ്സ്, M&M പോലുള്ള സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു അപ്ഡേറ്റ് പ്രീമിയർ എക്സ്പ്ലോസീവ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. ഇന്ന് സ്റ്റോക്ക് 10% ഉയർന്ന് 567 ക്ലോസിംഗ് നൽകി. പ്രീമിയർ എക്സ്പ്ലോസീവ് എന്ന കമ്പനി NIB ഓർഡിനൻസ് ആൻഡ് മാരിടൈം ലിമിറ്റഡ് എന്ന കമ്പനിക്ക് എക്സ്പ്ലോസീവ് സപ്ലൈ ചെയ്യാൻ ഒരു ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഇതോടൊപ്പം തന്നെ പ്രീമിയർ എക്സ്പ്ലോസീവ് എന്ന കമ്പനി ഷിപ്പ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതും മാരിടൈമുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് 32.5% വർദ്ധിച്ചിരുന്നു. 15,920 കോടിയിൽ നിന്നും 21,083 കോടിയിലേക്കാണ് ഡിഫൻസ് എക്സ്പോർട്ട് വർദ്ധിച്ചത്. ഡിഫൻസ് എക്സ്പോർട്ടിൽ വന്നിരിക്കുന്ന ഒരു ബൈയിങ് മൊമെൻറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് പ്രീമിയർ എക്സ്പ്ലോസീവ് പോലുള്ള സ്റ്റോക്കുകളിൽ പ്രകടമാണ്. സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിലേക്ക് നീങ്ങുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്